ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ രണ്ട് മിടുക്കനും മിടുക്കികളാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ കുഞ്ഞാറ്റൻ്റെ അനിയൻ്റെയും കൂടി തായമ്പകയുടെ അരങ്ങേറ്റമായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ കുട്ടികളിങ്ങനെ കൊട്ടുന്നത് കാണാൻ കണ്ടിരിക്കാൻ തന്നെ പ്രത്യേക ഒരു കുളിരായിരുന്നു ശരിക്കും. എന്തായാലും ഇവരെയൊക്കെ വളർന്നു വരുന്ന വലിയ ചെണ്ടവാദ്യത്തിൽ വിസ്മയം തീർക്കാനിരിക്കുന്ന കുട്ടികളാണ്. ഇവരുടെ കഴിവ് ഞാൻ അത്രത്തോളം കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ്. പിന്നെ ഇവർക്കൊരു പാരമ്പര്യമുണ്ട്, അതായത് ചെണ്ടയിൽ വിസ്മയം തീർക്കുന്നവരാണ് ഇവരുടെ പാരമ്പര്യത്തിൽ നിൽക്കുന്നവർ. അപ്പോൾ അത് ആരാന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള കലാകാരൻ വെളിമുക്ക് ശ്രീധരനാശാൻ്റെ പേരമക്കളാണ് ഇവർ എന്നുള്ളതാണ് അതിലേറ്റവും വലിയ സംഭവബഹുലമായിട്ടുള്ള കാര്യം. പിന്നെ ഈ ഒരു പൊന്നുമോള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പെൺതരി ഇങ്ങനെ ഈ ഒരു ചെണ്ടമേളത്തിൽ ഇല്ല, ചെണ്ടയുടെ മേഖലകളിൽ ഇങ്ങനെ കൊട്ടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ അതും ഒരു അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് തന്നെയാണ്. രണ്ടുപേരും ഗംഭീരായിരുന്നു കേട്ടോ. മക്കള് ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നു, അതിനുശേഷം ഇതാ പേരക്കുട്ടികൾ ഈ രംഗത്തേക്ക്. കുട്ടിലാണ് ഈ ഗംഭീരം. ഒരുപാട് സന്തോഷമുണ്ട്. പാരമ്പര്യമായിട്ട് ഈ കുട്ടികൾ 5ാമത്തെ തലമുറയാണ്. എൻ്റെ അച്ഛൻ, ഞാൻ, മക്കളെ മക്കള്, അങ്ങനെ 5ാമത്തെ തലമുറയാണ് അവർ. അപ്പോൾ തലമുറയായിട്ട് ആ ഒരു പാരമ്പര്യം കുട്ടികളെ നിലനിർത്തണം. അതാണ് ആവശ്യം. നിലനിർത്തണ്ടേ? അതാണ്. ഇതാരെ പഠിപ്പിച്ചത്? സുരൻ എന്ന് പറഞ്ഞ നമ്മളൊരു ശിഷ്യനാ, സുരേഷ് രാമനാട്ടുകര. ഇതൊരു തായമ്പകൻ്റെ ഒരു ചെറിയൊരു വഴി മാത്രമാണ്. ഇനി ആ വഴി കാര്യങ്ങൾ ചേർത്തിട്ട് വീതി കൂട്ടി പോകണം. അപ്പൊ ഇനി മുന്നോട്ടും കുട്ടികൾക്ക് വേണം, ഉയർച്ചകൾ ഉണ്ടാവണം, ഒരുപാട് പ്രശസ്തനാവട്ടെ. അച്ഛനെ പോലെ, അച്ഛൻ്റെ അച്ഛനെ പോലെ.